ഇന്നത്തെ കഴിഞ്ഞ ദിവസം ലീനിയർ ഡിപ്പെൻഡൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ലീനിയർ കോമ്പിനേഷൻ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെക്ടേഴ്സ് തമ്മിൽ ഒരു ലീനിയർ കോമ്പിനേഷൻ എക്സിസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയും, ഇല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയും. സോ വി ഹവ് ഫോർമലി defined it like this: set x1, x2, etc. xn, n elements of a vector space V is linearly independent if the linear combination alpha 1 x1 plus etc. plus alpha n xn equal to 0 should imply alpha 1 equal to 0, alpha 2 equal to 0, etc. alpha n equal to 0. So the linear combination will be 0 if and only if all the coefficients are equal to 0. Now, to check linear independence of vectors in Rn, for example, suppose in R4 you are given 3 vectors: 1, minus 1, 2, 0, then minus 1, 2, 3, 0, and say 0, 1, 5, 0. So suppose we are given 3 vectors in R4 and you are asked to check whether these vectors are linearly independent. So, പറയൂ മാം, ഈ R4 എന്ന് പറയുന്ന ഈ ഫോർത്ത് കോർഡിനേറ്റ് IJK അത് ടൈമിന്റെ കോർഡിനേറ്റ് ആണോ? ടൈമിന്റെ കോർഡിനേറ്റ് ആയിട്ട് എടുക്കാം നമുക്ക്. ഫോർത്ത് കോർഡിനേറ്റ് ടൈം ആയിട്ട് എടുക്കാം. ഓക്കെ മാം. ഇപ്പൊ നമുക്ക് അതായത് നമ്മൾ എത്രത്തോളം വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനുണ്ട് എന്നുള്ളതിനനുസരിച്ച് ആയിരിക്കും ഈ ആർ എന്ന് വരുന്നത്. നിങ്ങൾക്ക് 5 വേരിയബിൾസിനെ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. 5 എണ്ണത്തിന് നിങ്ങൾക്ക് കാണിക്കാനുണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് R5ലേക്ക് പോവാം. ഓക്കെ, അപ്പൊ R4 എടുക്കുമ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ടൈം എന്നുള്ള ആ കൺസെപ്റ്റില് പോവാം. അപ്പൊ എപ്പോഴും ഇതൊന്നും ആവണമെന്നൊന്നും ഇല്ല എന്ന്. അപ്പൊ സ്പേസ് ടൈം മാത്രം അല്ല ഈ R4 എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 4 കോർഡിനേറ്റ്സ് ഉണ്ട്, 4ഉം ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ദെൻ അപ്പൊ നമ്മൾ 3 വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മളുടെ ഫോർമൽ വേ ഇതാണ്: ആൽഫ 1 ഇൻറ്റു ഫസ്റ്റ് വെക്ടർ പ്ലസ് ആൽഫ 2 ഇൻറ്റു സെക്കൻഡ് വെക്ടർ പ്ലസ് ആൽഫ 3 ഇൻറ്റു തേർഡ് വെക്ടർ ഈക്വൽ ടു 0 കൊടുക്കാം. എന്നിട്ട് ആൽഫ 1, ആൽഫ 2, ആൽഫ 3 കമ്പ്യൂട്ട് ചെയ്യാം. ഇനി ഇതിനെ തന്നെ നമുക്ക് കുറേം കൂടി ഈസി ആയിട്ട് മാട്രിക്സ് മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റും. സോ വാട്ട് വി ഡു വാസ്, നമ്മൾ ഇതിനെയാണ് 3 വെക്ടേഴ്സ് x1, x2, x3 എന്ന് കൊടുക്കുന്നത്. ഈ x1, x2, x3നെ ഒരു മാട്രിക്സ് ആയിട്ട് എഴുതാം. സോ x1 is 1, minus 1, 2, 0. Then x2 is minus 1, 2, 3, 0. x3 is 0, 1, 5, 0. അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അറിയാം, റോ ട്രാൻസ്ഫോർമേഷൻസ് അറിയാം. ഇപ്പൊ റോ ട്രാൻസ്ഫോർമേഷൻസ് വെച്ചിട്ട് ഇതിനെ ഒരു അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് ആക്കാം. അപ്പർ ട്രയാങ്കുലർ ഫോം എന്ന് പറയുമ്പോൾ ഡയഗണലിന്റെ താഴെ കംപ്ലീറ്റ് 0 ആക്കാം. അതിന്റെ ഇടയിൽ വേറെ സ്ഥലത്തൊക്കെ 0 ആയി പോണ്ടാവും. പക്ഷെ നമ്മുടെ എയിം ഇതാണ്: ഇവിടെ ഒരു 0 എങ്കിലും വരുത്തണം, ഇവിടെ 2 0 എങ്കിലും വരുത്തണം. ഇത് ഓൾറെഡി 0 ആണ്, അപ്പൊ അതിനെ ചേഞ്ച് ചെയ്യണ്ട. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് ആക്കാനായിട്ട് നമ്മൾ വി യൂസ് ഓൺലി റോ ട്രാൻസ്ഫോർമേഷൻസ്. ഇപ്പൊ റോ ട്രാൻസ്ഫോർമേഷൻസ് എന്താണെന്ന് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? റോ ട്രാൻസ്ഫോർമേഷൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഏതൊക്കെയാണ് റോ ട്രാൻസ്ഫോർമേഷൻസ്? റോ ഇന്റർചേഞ്ച് ചെയ്യുക. സോ വി റൈറ്റ് ദിസ് ഇസ് Ri interchanged with Rj. Then ഒരു റോയുടെ കൂടെ വേറൊരു റോ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്യാം. ദെൻ ഒരു റോയിനെ എല്ലാ എലമെന്റ്സിനെയും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദിസ് കോൺസ്റ്റന്റ് ഷുഡ് ബി നോൺ സീറോ. അപ്പോ ഇത്രയാണ് നമ്മളുടെ elementary row transformations.
അപ്പൊ ഇതിനെ എല്ലാത്തിനെയും ഇപ്പൊ രണ്ടാമത്തേനെയും മൂന്നാമത്തേനെയും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. യു ക്യാൻ റൈറ്റ് R2 goes to എക്സ്ക്യൂസ് മീ മാം, ജെറീനെ ആഡ് ചെയ്യാൻ പറഞ്ഞു. ആഡ് ചെയ്യാൻ. സോ ഇതിന് രണ്ടിനെയും കൂടെ ഞാൻ എഴുതിയ താഴത്തെ രണ്ട് ട്രാൻസ്ഫോർമേഷനും കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാം. അതായത് ഇപ്പൊ R1നെ R2നെ നിങ്ങൾക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, R3നെ -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. യു ക്യാൻ കമ്പൈൻ ദം. അപ്പോൾ ബേസിക്കലി കറസ്പോണ്ടിങ് എലമെന്റ്സിന്റെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ വിത്ത് കോൺസ്റ്റന്റ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് റോസ്, ഇതാണ് നമ്മുടെ ബേസിക് റോ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ നമ്മൾ ഇതിന്റെ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാനായിട്ട് ഈ റോ ട്രാൻസ്ഫോർമേഷൻസ് വെച്ചിട്ട് ഇതിനെ അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാണ്. അപ്പൊ ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും ആ മാട്രിക്സ് ഒന്നും കൂടെ എഴുതാം. സോ വി ഹാവ് 1 - 1 2 0, then -1 2 3 0, 0 1 5 0. ഇതാണ് നമ്മുടെ x1 x2 x3 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എൻ്റെ എയിം ഇവിടെ 0 ആക്കണം. അപ്പൊ ട്രയാങ്കുലർ ഫോമിലേക്ക് മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 0 ആക്കണം. അപ്പൊ ഇവിടെ 0 ആക്കാനായിട്ട് can you suggest a row transformation? R1 plus R2. R2 changes to R1 plus R2. So we get this as 1 - 1 2 0 0 1 5 0 0 1 5 0 equal to, ഞാൻ R1 plus R2 ആണ് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ R2ല് ഈ റൈറ്റ് സൈഡിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ട്രാൻസ്ഫോർമേഷൻ ഇതാണ്, x2 plus x1 എന്നുള്ളതാണ് ചെയ്തത് അല്ലെ, R1 plus R2. ദെൻ x3ക്ക് നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. സോ ദ സെക്കൻഡ് റോ is now x2 plus x1. ഇനി ഇവിടെ ഓൾറെഡി 0 ആണ്. ഇനി എനിക്ക് ഇതിനെയും കൂടെ 0 ആക്കണം അപ്പൊ ട്രയാങ്കുലർ ആവണമെങ്കിൽ. സോ ഏതാ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ പറ്റുക? R3 minus R2. R3 changes to R3 minus R2. So we get 1 - 1 2 0 0 1 5 0 0 0 0 0. Right? This is equal to x1. രണ്ടാമത്തേന് നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക ചെയ്തത്. സോ x3 minus x2 minus x1. റൈറ്റ്? അപ്പൊ ഇതാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് റോയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് എന്താണ്? x3 minus x2 minus x1 is equal to 0 0 0 0 എന്ന് പറയുന്നത് R4ന്റെ 0 എലമെന്റ് ആണ് അല്ലേ? എല്ലാ കോർഡിനേറ്റും 0 വരുന്ന എലമെന്റ് ആണ് നമ്മുടെ ആഡിറ്റീവ് ഐഡന്റിറ്റി. സോ what we get is x3 minus x2 minus x1 equal to 0. What does this suggest? ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? x3 എന്ന് പറയുന്നത് x1ന്റെയും x2ന്റെയും സമ്മിന്റെ ഡബിൾ ആയിരിക്കും. What? x3 എന്ന് പറയുന്നത് x1ന്റെയും x2ന്റെയും സമ്മിന്റെ ഡബിൾ ആയിരിക്കും. ഡബിൾ ഇല്ല, സം ആയിരിക്കും. സം ആയിരിക്കും. അങ്ങനെ വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഷയിൽ നമ്മൾ എന്താ പറയണ്ടേ? ലീനിയർലി ഡിപെൻഡന്റ് ആണ്. ഈ വെക്ടേഴ്സ് ഡിപെൻഡന്റ് ആണ് അല്ലെ? x3 depends on x1 and x2, x1 depends on x3 and x2. അപ്പോ ഈ ഞാൻ പറഞ്ഞു വന്നത് മാട്രിക്സ് വെച്ച് റോ റിഡക്ഷൻ ചെയ്ത് നമുക്ക് ഒരു റോയെങ്കിലും 0 കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പുറത്ത് നമ്മൾ ആ വെക്ടേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ സൈഡ് എഴുതണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത് അണ്ടർസ്റ്റുഡ് ആണ്. നമ്മൾ ആ വെക്ടേഴ്സിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ജസ്റ്റ് ആഡിങ് ആൻഡ് മൾട്ടിപ്ലൈങ് വിത്ത് എ കോൺസ്റ്റന്റ്. അപ്പൊ അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ വിത്ത് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞു
alpha1 x1 plus alpha2 x2 എന്നൊക്കെ പറയുന്നത് നമുക്ക് വെക്ടേഴ്സിനെ ആഡ് ചെയ്യാം, കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന റോ ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു റോയെങ്കിലും 0 ആയി പോയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതോ ഒരു ലീനിയർ കോമ്പിനേഷൻ 0 ആയിട്ടുണ്ട്, അതുകൊണ്ട് വെക്ടേഴ്സ് ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ മാട്രിക്സ് മെത്തേഡിൽ Rnന്റെ ഡിപ്പെൻഡൻസ് ചെക്ക് ചെയ്യുന്നത്. തന്നിരിക്കുന്ന വെക്ടേഴ്സിനെ നമ്മൾ മെട്രിക്സ് ആയിട്ട് എഴുതാം. എന്നിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഈ ഫോമിനെ പറയണ ഒരു പേരുണ്ട്, എക്കലൻ ഫോം എന്നാ പറയാം. We call this as echelon form. Number of zeros in increasing order എന്നാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുക. ആദ്യത്തെ റോയില് number of zeros before the first non-zero element. ആദ്യത്തെ റോയില് നമുക്ക് ഒറ്റ സീറോ ഇല്ല, അപ്പൊ രണ്ടാമത്തെ റോയില് ഒരു സീറോ എങ്കിലും ആക്കി, മൂന്നാമത്തെ റോയില് 2 സീറോ എങ്കിലും ആക്കി. ഈ സീറോസിനെ ഒന്നും നമ്മൾ കൗണ്ട് ചെയ്യില്ല, ആദ്യത്തെ നോൺ സീറോ എലമെന്റിന്റെ മുന്നിൽ വരുന്ന സീറോസിനെ മാത്രമേ നമ്മൾ കൗണ്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇതൊന്നും നമ്മുടെ കണക്കിൽ പെടുന്ന സീറോസ് അല്ല, കാരണം അതിന്റെ മുമ്പിൽ നോൺ സീറോ എലമെന്റ്സ് ഉണ്ട്. സോ വി മേക്ക് ദ സീറോസ് ഇൻ ഇൻക്രീസിങ് ഓർഡർ. വെക്ടേഴ്സ് ഡിപ്പെൻഡന്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു റോ എങ്കിലും സീറോ ആയിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ എല്ലാ റോയും നോൺ സീറോ ആയിട്ട് നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന്. ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. യു ജസ്റ്റ് ചെക്ക് വെദർ ദ വെക്ടേഴ്സ് ആർ ലീനിയർലി ഡിപ്പെൻഡന്റ് ഓർ ഇൻഡിപെൻഡന്റ്. So check whether this set in R3 are they linearly independent? ഇത്രയും കിട്ടിയാ പറയണേ. Are they independent or dependent? Independent. Independent ആണ്. So we have 1 0 minus 1 0 1 0 minus 1 2 3. So first കോളത്തിൽ ഒരെണ്ണം ഓൾറെഡി സീറോ ആണ്, ഇതിനെ സീറോ ആക്കാനായിട്ട് I give the transformation R3 to R3 plus R1. So 1 0 minus 1 0 1 0 0 2 2. Now I try to change this element. അപ്പോൾ അതിന് വേണ്ടിയിട്ട് R3 changes to R3 minus 2R2. So we get 1 0 minus 1 0 1 0 0 0 2. Right? Sorry, 0 0 2. So we see that none of the elements are none of the rows are completely zero. So we conclude that these vectors are linearly independent. Dependent ആണെങ്കിൽ ഏതെങ്കിലും ഒരു റോ സീറോ ആയി പോയേനെ. So these vectors are linearly independent. ഇതാണ് Rnൽ ലീനിയർ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാനുള്ള ഈസിയസ്റ്റ് മെത്തേഡ്. അല്ലെങ്കിൽ നിങ്ങൾ കുറെ ലീനിയർ ഇക്വേഷൻ ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് ആൽഫ 1 ആൽഫ 2 ആൽഫ 3യുടെ വാല്യൂ ഒക്കെ
കമ്പ്യൂട്ട് ചെയ്ത് ചെയ്യാം. അതും വീണ്ടും മാട്രിക്സിലേക്ക് തന്നെ എത്തും. കാരണം ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ ചെയ്യണ മെത്തേഡ്സ് എല്ലാം മാട്രിക്സിലേക്ക് എത്താം, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. മാട്രിക്സ് ആക്കി എഴുതാം, എന്നിട്ട് റെഡ്യൂസ് ചെയ്യാം. 0 റോസ് വരാണെങ്കിൽ ഡിപ്പെൻഡന്റ് ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. Now the next concept is that of spanning set. ഇപ്പോൾ സ്പാൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് എടുത്തു, നമ്മൾ എസ് എന്ന് പറയുന്ന സെറ്റ് എടുത്തു. സോ x1, x2, etc. xn, which is a subset of the vector space V over F. Then we say that the span of the set S. This is equal to the collection of all linear combinations alpha 1 x1 plus alpha 2 x2 plus etc. plus alpha n xn equal to 0. I'm sorry, alpha n xn equal to 0 illa. It is the collection of all linear combinations. എസ്സിലത്തെ എലമെന്റ്സിന്റെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷനും. അപ്പൊ ഈ ആൽഫ 1 ആൽഫ 2 ആൽഫ n ഒന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. These can be any scalars in the set F. നമ്മൾ F എടുത്തിരിക്കുന്നത് set of scalars ആണ്. So we can change the scalars among elements in F. x1, x2, etc. x എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, ഈ സെറ്റിലെ എലമെന്റ്സ് ആണ്. സോ ഇഫ് യു ടേക്ക് ദ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് elements of S, that set is called the spanning set of S. And you can see that this is a subspace of the vector space. ഈ ഏത് സെറ്റിന്റെയും സ്പാനിങ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു സബ്സ്പേസ് ആവും, സബ്സ്പേസ് ഓഫ് ദ വെക്ടർ സ്പേസ് വി. കാരണം ഈ കോമ്പിനേഷൻസ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും വിയിലേക്ക് എടുക്കും, അതിൽ സംശയമൊന്നുമില്ലല്ലോ. കാരണം x1, x2, etc. xn വിയിലത്തെ എലമെന്റ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ വിയിലത്തെ എലമെന്റ്സിനെ ആഡ് ചെയ്താലും സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്ന റിസൾട്ടിങ് എലമെന്റ് വീണ്ടും വിയിൽ തന്നെയായിരിക്കും, ക്ലോഷർ പ്രോപ്പർട്ടി വെച്ചിട്ട്. അപ്പൊ സ്പാൻ എസ് എന്ന് പറയുന്നത് വിയുടെ ഒരു സബ്സെറ്റ് തന്നെയായിരിക്കും. ഇത് വിയുടെ ഒരു സബ്സ്പേസ് ആവും. സബ്സ്പേസ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു വെക്ടർ സ്പേസ് ആവും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്പാൻ എസ് എന്ന് പറയുന്നത്. ഇനി ഈ സ്പാൻ എസ് ഹോൾ വി തന്നെ കിട്ടാന്ന് വിചാരിക്കുക. സപ്പോസ് ദിസ് ഇസ് ഈക്വൽ ടു വി ഇറ്റ്സെൽഫ്. ദെൻ വി സേ ദാറ്റ് ദ വെക്ടർ സ്പേസസ് സ്പാൻഡ് ബൈ ദ സെറ്റ് എസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്ടർ സ്പേസിലെ ഏത് എലമെന്റ് എടുത്താലും അതിനെ എസ്സിലത്തെ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ we say that the set S spans the vector space V. ഇത് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. സോ സപ്പോസ് യു ടേക്ക് R2 ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് കുറേം കൂടെ എളുപ്പമുണ്ട്. സോ R2 എടുത്തു. നമുക്ക് R2 എടുക്കുമ്പോൾ R2ൽ നമുക്കറിയാം, if you take any point, ഈ പോയിന്റിന് നമുക്ക് എക്സ് വൈ എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇനി നിങ്ങൾ വെക്ടർ നൊട്ടേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ എക്സ് വൈ is an element of R2. ഇതാണ് നമ്മുടെ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് V. Now suppose we take S is equal to set 1 0 0 1. ഇത് കഴിഞ്ഞ ദിവസം നമ്മളിത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. Now if you take S is equal to 1 0, that is this is x1, this is x2. Can you write this xy is a general element as a linear combination of x1 and x2? Can we write the general element xy of R2 as a linear combination of x1 and x2? x1 x2 ന്റെ linear combination എന്ന് പറയുമ്പോൾ alpha 1 x1 plus alpha 2 x2 എന്നുള്ള ഫോർമുല എഴുതണം. So can you find such alpha 1 and alpha 2?
ആൽഫ 1 ആൽഫ 2 പറയാൻ പറ്റും? Or can you write xy as a linear combination of these elements? ഇനി അത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പോയിന്റിനെ എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റിന്റെ വെക്ടർ നൊട്ടേഷൻ വെക്ടേഴ്സ് വെച്ചിട്ട് നിങ്ങൾ എഴുതാറുണ്ട്. എങ്ങനെയാ നമ്മൾ എഴുതാറ് പൊസിഷൻ വെക്ടറിനെ? I plus ഈ വെക്ടറിനെ എങ്ങനെ എഴുതാറ്? I plus j എക്സ് ഐ പ്ലസ് yj വൈ ജെ എന്ന് എഴുതാറ്. ഈ ഐ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ എലോങ് എക്സ് അല്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസ് 1 ആണ് യൂണിറ്റ് വെക്ടർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐ എടുക്കുമ്പോൾ യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. സോ വാട്ട് വിൽ ബി ദിസ് പോയിന്റ്? ഐയുടെ ടിപ്പ് ഏതായിരിക്കും? 10 അല്ലേ? ജെ എന്ന് പറയുന്നത് വൈ ആക്സിസിലെ യൂണിറ്റ് വെക്ടർ ആണ്. സോ ജെയുടെ ടിപ്പ് എന്തായിരിക്കും? 0 1 റൈറ്റ്? ഇനി തിരിച്ചിങ്ങോട്ട് വന്നേ. Can you write ordered pair xy as a combination of these elements? xy കിടക്കണോണ്ട പ്രശ്നം എന്ന് തോന്നുന്നു. 2 3നെ ഈ എലമെന്റ്സിന്റെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. എങ്ങനെ 2i plus 3j അങ്ങനെയാണോ മിസ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഞാൻ ഇപ്പൊ ഐ ജെ എന്നുള്ളതല്ല പറയുന്നത്, എസിലത്തെ എലമെന്റ്സിന്റെ കോമ്പിനേഷൻ 1 0 0 1 2x1 അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? 2 into 1 0 plus 3 into 0 1 0 1 അല്ലേ? ഈ 2 3ക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അവിടുന്ന് നിങ്ങൾക്ക് എക്സ് വൈയിലേക്ക് എത്താം. സോ എക്സ് വൈനെ എങ്ങനെ എഴുതാൻ പറ്റും? x1 plus x2 x into 1 0 plus y into 0 1. So this is x into x1 plus y into x2. ഈ എക്സും വൈയും എന്ന് കാണുമ്പോഴത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ വേരിയബിൾ ആയിട്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇത് വേരിയബിൾ അല്ല, ദീസ് ആർ എലമെന്റ്സ് ഓഫ് ആർ. കാരണം ഈ എക്സ് വൈ നമ്മൾ എടുത്തിരിക്കുന്നത് എവിടുന്ന? R2 എന്നാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ കോർഡിനേറ്റ്സ് ഒക്കെ എന്തായിരിക്കും? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. സോ what we have is a combination. This takes the form alpha 1 x1 plus alpha 2 x2, where alpha 1 is x, alpha 2 is y. So what I wanted to say is, taken any element of R2, any element xy in R2, it can be written as a combination of these two vectors. അല്ലെ? 1 0ന്റെയും 0 1ന്റെയും കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ഇവിടെ ഒരു പോയിന്റ് ഞാൻ എടുത്തു, -2 സേ -2 or -3 2 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. -3 -2. ഈ -3 -2നെ ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും? 1 0 0 1ന്റെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും? Can you write -3 -2 as a combination of 1 0 and 0 1? ഇപ്പൊ ഈ എഴുതിയത് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ പറയേണ്ടതാണ്. -3 into -3 into 1 0 -2 into 0 1 അല്ലേ? അപ്പൊ ഇവിടെ ഒരു മനസ്സിലുണ്ടാവാൻ സാധ്യതയുള്ള ഒരു തെറ്റിദ്ധാരണയും കൂടി മാറ്റാൻ വേണ്ടിയിട്ട് അതെടുത്തത്. ഈ ആൽഫ 1 ആൽഫ 2 എന്ന് പറയുന്നത് പോസിറ്റീവ് ആവണമെന്നൊന്നും നിർബന്ധമില്ല. ദീസ് ക്യാൻ ബി എനി റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോ നമ്മൾ പറയുന്നത് R2 എന്ന് പറയുന്ന സ്പേസിലെ വെക്ടർ സ്പേസിലെ ഏത് എലമെന്റ് എടുത്താലും 1 0ന്റെയും 0 1ന്റെയും കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് സെറ്റ് 1 0 0 1 സ്പാൻസ് R2. ഓക്കെ,
അപ്പൊ സ്പാനിങ് എന്ന് പറഞ്ഞ ഇതാണ്, നമ്മൾക്ക് ഈ വെക്ടർ സ്പേസിലെ ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റിന് ഒരു പ്രത്യേകതയും ഇല്ല. ഈ സ്പേസിലെ ഏത് എലമെന്റ് എടുത്താലും നമുക്ക് ഈ സെറ്റിന്റെ കോമ്പിനേഷൻ ആയിട്ട് എഴുതാനായിട്ട് പറ്റണം. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെറ്റിനെ പറയുന്ന പേരാണ് സ്പാനിങ് സെറ്റ് ഓഫ് ദാറ്റ് വെക്ടർ സ്പേസ്. Can you give me a spanning set for the vector space R3? R3ക്ക് ഒരു സ്പാനിങ് സെറ്റ് പറയാൻ പറ്റും. 1 0 0 0 0 1 1 0 0 0 0 1 0 0 1 0 0 0 1 0 0 1. ഇതേ കാര്യം തന്നെയാണ് നിങ്ങൾ പറയുന്നത്. If you take a point xyz, its position vector is xi plus yj plus zk. Right? xi എന്ന് പറയുന്നത് x ആക്സിസിലെ യൂണിറ്റ് വെക്ടർ ആണ്. അപ്പൊ x ആക്സിസിലാവുമ്പോൾ വൈഡിയും സെഡിന്റെയും കോർഡിനേറ്റ്സ് 0 ആയിരിക്കും. യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് എക്സിന്റെ കോർഡിനേറ്റ് 1. അതേപോലെ തന്നെ j എന്ന് പറയുന്നത് എക്സിന്റെയും സെഡിന്റെയും കോർഡിനേറ്റ് 0, y ആക്സിസില് യൂണിറ്റ് ഡിസ്റ്റൻസിലുള്ള വെക്ടർ. സിമിലർലി വിത്ത് k. അപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്, എക്സ്പ്രഷന്റെ ഭാഷ മാത്രമാണ് ഇവിടെ മാറുന്നത്. നമ്മൾ അവിടെ വെക്ടേഴ്സ് ഉപയോഗിച്ച് ചെയ്ത കാര്യങ്ങൾ ഇവിടെ നമ്മൾ കോർഡിനേറ്റ് വൈസ് എഴുതുന്നേ ഉള്ളൂ. അപ്പൊ RNലാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വ്യത്യാസം ഉണ്ടാവുക? ഇൻസ്റ്റെഡ് ഓഫ് 3 ആക്സിസ് നമ്മുടെ ഇമാജിനേഷനിൽ n മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് ഉണ്ടാവും. ഓരോ ആക്സിസിലും നമുക്ക് ഓരോ യൂണിറ്റ് വെക്ടർ ഉണ്ടാവും. ഓക്കെ, സോ ith ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ യൂണിറ്റ് വെക്ടറിന്റെ ഫോം എന്തായിരിക്കും? ഇപ്പൊ ഞാൻ RNലേക്ക് പോയിട്ടോ, RNലേക്ക് പോകുമ്പോ ith ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ യൂണിറ്റ് വെക്ടറിന്റെ പ്രത്യേകത എന്തായിരിക്കും? ബാക്കി എല്ലാ കോർഡിനേറ്റ്സും 0 ആയിരിക്കും, ith കോർഡിനേറ്റ് മാത്രം 1 വരും. റൈറ്റ്? അങ്ങനത്തെ എത്ര വെക്ടേഴ്സ് ഉണ്ടാവും? ഞാൻ xi ആണ് ഇത് എഴുതിയത്. എത്ര വെക്ടേഴ്സ് ഉണ്ടാവും? RNലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ n മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് ആണ്. സോ iക്ക് വേരിയേഷൻ 1 തൊട്ട് n വരെ വരാം. റൈറ്റ്? അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ബേസിക് ആയിട്ട് സ്പാനിങ് സെറ്റ് പറയുന്നത്. ഇതിനെ നമ്മൾ യൂഷ്വലി നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ വായിക്കുമ്പോൾ IJK കാണില്ല. ഇൻസ്റ്റെഡ് യു വിൽ സീ ഇറ്റ് ആസ് E1 E2 E3. അല്ലെങ്കിൽ ഇതിനെ RNലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എഴുതാ E1 E2 എക്സെട്ര EN കാണും. റൈറ്റ്? ആൻഡ് ദിസ് EI, ഞാൻ ഇവിടെ xi എന്ന് എഴുതിയിരിക്കുന്നത്, EI will be the vector with n coordinates, all coordinates except the ith coordinate equal to 0. അപ്പൊ ഈ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ RNൽ നമുക്കറിയാം, RNൽ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് n കോർഡിനേറ്റ്സ് ഉണ്ടാവും, x1 x2 എക്സെട്ര xn. ഈ എഴുതണ x1 x2 എക്സെട്ര xnഉം മറ്റേതും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഇത് ഒരു സിംഗിൾ വെക്ടറിന്റെ കോർഡിനേറ്റ്സ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. This can be written as x1 e1 plus x2 e2 plus etc. plus xn en. Every element in Rn can be represented in terms of these vectors, or these vectors spans Rn. ഇനി ഈ വെക്ടേഴ്സിനെ ലീനിയർ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഇപ്പൊ R2ൽ നിങ്ങൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. നമ്മൾ ഇന്ന് പറഞ്ഞ ഭാഷയിൽ ഒന്ന് നോക്കാം. 1 0 0 1 എടുത്തു. നമ്മൾ ഇതിനെ മാട്രിക്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 1 0 0 1. റൈറ്റ്? ഓൾറെഡി അപ്പർ ട്രയാങ്കുലർ ഫോർമുല എടുക്കുന്നത്. അപ്പൊ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ? ഇൻഡിപെൻഡന്റ്. ഇത് ഇൻഡിപെൻഡന്റ് ആണ്. R3ൽ if you take the set 1 0 0 0 1 0 0 0 1. If you write this in matrix form, it becomes 1 0 0 0 1 0 0 0 1. നമുക്ക് റിഡക്ഷന്റെ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ ഡിപെൻഡൻസ് പറയാം. ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ? ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഈ സെറ്റുകൾക്ക് ഒരു പ്രത്യേകതയുള്ളത്, R2ലത്തെ ഏത് എലമെന്റ് എടുത്താലും ഈ രണ്ട് എലമെന്റ്സ് വെച്ച് എഴുതാനായിട്ട് പറ്റും.
ഈ വെക്ടേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല. യു കനോട്ട് എവർ റൈറ്റ് ദിസ് എലമെന്റ് ഇൻ ടേംസ് ഓഫ് ദിസ് എലമെന്റ്. അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ് എഴുതുന്നത് അല്ലെ. x1നെ x2ന്റെ ടേംസിലോ x2നെ x1ന്റെ ടേംസിലോ എഴുതാനായിട്ട് നമുക്ക് പറ്റില്ല. അതേസമയം ഇവര് രണ്ടുപേരും ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരെയും എഴുതാനായിട്ട് പറ്റും. Is that clear? If you have these 1 0 and 0 1 in your hands, you can write every other elements using these two. അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരും ഉപയോഗിച്ചിട്ട് ബാക്കി എല്ലാത്തിനും ഉണ്ടാക്കാനായിട്ട് പറ്റും. അതേസമയം ഇതിൽ ഒരാൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഫംഗ്ഷൻ നടക്കില്ല. അപ്പോൾ ആ ഒരാൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഫംഗ്ഷൻ നടക്കില്ല എന്ന് പറയണതിനെയാണ് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവര് രണ്ടുപേരും ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് പറയണതിനെയാണ് നമ്മൾ സ്പാനിങ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ ഈ രണ്ട് പ്രോപ്പർട്ടിയും ഉള്ള ഒരു സെറ്റിനെ വിളിക്കണ പേരാണ് ബേസിസ്. ബേസിസ് ഓഫ് എ വെക്ടർ സ്പേസ്. അപ്പൊ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും ആ ബേസിസ് എലമെന്റ്സ് ഓരോന്നും എസെൻഷ്യൽ ആണ്. അതിലത്തെ ഒരെണ്ണത്തിന് പോലും മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. അതേസമയം ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ വെക്ടർ സ്പേസിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാവും. പക്ഷെ അതിൽ തന്നെ ഒന്നോ രണ്ടോ എലമെന്റ്സ്, ഇപ്പൊ നമുക്കറിയാം R2 എടുത്തു കഴിഞ്ഞാൽ R2ൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. പക്ഷെ ഈ രണ്ട് പേരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സിനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ basis of a vector space is a subset which is linearly independent and spans the vector space. ഈ രണ്ട് പ്രോപ്പർട്ടിയും ഉള്ള ഒരു സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാവുന്നത് അങ്ങനത്തെ ഇപ്പൊ R2ൽ ഇത് തന്നെ കിട്ടണമെന്നില്ല. എന്നാലും ഞാൻ കാണിച്ചു തന്നു ഏത് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എടുത്താലും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. ഇപ്പൊ ഐ തിങ്ക് y ഈക്വൽ ടു എക്സും y ഈക്വൽ ടു -x ഞാൻ എടുത്തെന്ന് തോന്നുന്നു. ഈ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇത് സ്പാനിങ് പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? The set is linearly independent. സംശയമൊന്നുമില്ലല്ലോ? ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതാണ്. ഇനി നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ ഇതിനെ എഴുതി നോക്കാം. So we can write this is 1 1 1 minus 1. So if I do R2 to R2 minus R1, I get 1 1 0 minus 2. അപ്പോൾ റോ 0 ആയിട്ട് പോണില്ല. അതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടി. ഇനി സ്പാനിങ് പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ജനറൽ എലമെന്റ് എടുക്കാം. xy belongs to R2 എടുത്തു. Okay, then can we write this xy as a linear combination of these elements? So we check whether you can write this is alpha 1 into 1 1 plus alpha 2 into 1 minus 1. Right? അപ്പോൾ നമ്മൾ കോർഡിനേറ്റ്സ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇക്വേഷനാണ് കിട്ടുക. x is equal to alpha 1 plus alpha 2. y equal to alpha 1 minus alpha 2. So if you add these, you get x plus y equal to 2 alpha 1, which gives alpha 1 equal to x plus y by 2. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ alpha 2 is equal to x minus alpha 1. Right? ഈ ഇക്വേഷനിൽ നിന്ന് x minus alpha 1 എഴുതാം, which is equal to x minus x plus y by 2, which is equal to x minus y by 2. Right? 2x minus x gives x minus y by 2. So what we say is, taken any point xy in R2, this can be written as x plus y by 2 into 1 1 plus x minus y by 2 into 1 minus 1. For example, if you take 1 3, 1 3 can be written as 1 plus 3 by 2, that is 2 into 1 1, 1 minus 3 by 2, that is minus 1 into 1 minus 1. ശരിയാണോ? ചെക്ക് ചെയ്ത് നോക്കിയേ. Do we get 1 3? റൈറ്റ് സൈഡിൽ ഒന്ന് ചെക്ക് ചെയ്തേ. ശരിയാണോ?
ഇത് 1 3 തന്നെയാണോ? എന്റെ മീറ്റ് പോയോ? ആൾക്കാര് രക്ഷയില്ലല്ലോ. ആണ് മിസ്. ചെയ്തോണ്ടിരിക്കാം മിസ്, ഒരു മിനിറ്റ്. 1 3 കിട്ടുന്നത്. 1 3 തന്നെയാണ് കിട്ടുന്നത് അല്ലേ? അപ്പൊ നമ്മൾ പറയുന്നത് ഈ 1 3ക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ല കേട്ടോ, ഞാൻ ഈ ഇക്വേഷനിൽ കൊടുത്തതാണ്. അപ്പൊ ഏത് എലമെന്റ് XY എടുത്താലും നമുക്ക് അതിനെ 1 1ന്റെയും 1 - 1ന്റെയും കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ അതിന്റെ അർത്ഥം ഈ സെറ്റ് ഇറ്റ് സ്പാൻസ് R2. R2ലെ എല്ലാ എലമെന്റും ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. സോ ഈ സെറ്റിന് സ്പാനിങ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ് ഇസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. അപ്പൊ ലീനിയർലി ഇൻഡിപെൻഡന്റും ആണ് സ്പാനിങ്ങും ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഓൾസോ ഫോംസ് എ ബേസിസ് ഓഫ് R2. ഓക്കെ, ഞാനിപ്പോ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു ബേസിസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതാണ്? ഇതേപോലത്തെ പ്രോപ്പർട്ടി ഉള്ള ഒരു സെറ്റ് R2ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതാണ്? 1 0 0 1. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരു വെക്ടർ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ആ വെക്ടർ സ്പേസിന് ബേസിസ് എന്ന് പറയുന്നത് യുണീക്ക് അല്ല. ഒരു വെക്ടർ സ്പേസിന് തന്നെ ഇഷ്ടംപോലെ ബേസിസ് ഉണ്ടാവാം. റൈറ്റ്? ഇപ്പൊ R2 എടുത്തു കഴിഞ്ഞാൽ 1 0 0 1 ഒരു ബേസിസ് ആണ്. 1 1 1 - 1 എന്ന് പറയുന്നത് വേറൊരു ബേസിസ് ആണ്. സോ ബേസിസ് is not unique for a vector space. Is that clear? Yes ma'am. Okay. ഇനി അടുത്തത്, ഈ രണ്ട് എലമെന്റിനും ഈ രണ്ട് സെറ്റിനും കോമൺ ആയിട്ട് ഒരു കാര്യം ഉണ്ടാവും. എന്താണെന്ന് പറയാൻ പറ്റുമോ? ബേസിസിലത്തെ എലമെന്റ്സ് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ ഒരു കാര്യം നിർബന്ധമായിട്ടും ഈക്വൽ ആയിരിക്കും. എന്തായിരിക്കും? ഓഫ് ഡയഗണലോ? ഓഫ് ഡയഗണലോ? നോ, അത് നമ്മളെടുത്ത വെക്ടേഴ്സിന്റെ പ്രത്യേകത കൊണ്ട് തോന്നിയതാ. ഞാൻ വേറെ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ്. സോ സപ്പോസ് യു ടേക്ക് 1 3 ആൻഡ് മിസ് പുതിയൊരു പേജ് എടുത്തോ മിസ്, എല്ലാം കൂടെ കാണുമ്പോ എന്തോ പോലെയാണ്. ഓക്കെ ഓക്കെ, പുതിയൊരു പേജ് എടുക്കണം അല്ലേ? ഇപ്പൊ നിങ്ങള് ഈ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ 1 3 ആൻഡ് 0 2 ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ? അതെ അതെ. ഇനി സ്പാനിങ് പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. സ്പാനിങ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതാ ചെയ്യുന്നത്, ജനറൽ എലമെന്റ് എടുത്ത can we write this as a combination of the given elements alpha 1 1 3 plus alpha 2 into 0 2. So what we get is x is equal to alpha 1, y is equal to 3 alpha 1 plus 2 alpha 2. So alpha 1 x in the solve ചെയ്ത് കഴിഞ്ഞു. Alpha 2 equal to y minus 3x divided by 2. So taken any element xy, right? xy can be written as alpha 1 x into 1 3 plus alpha 2 is y minus 3x by 2 into 0 2. ശരിയല്ലേ? അപ്പോ ഇതിന് സ്പാനിങ് പ്രോപ്പർട്ടി ഉണ്ട്. എല്ലാ എലമെന്റ് എടുത്താലും അത് സ്പാൻ ചെയ്യും. ഇത് സ്പാൻസ് R2. അപ്പൊ ഇതിനെ നമുക്ക് ബേസിസ് എന്ന് പറയാം. ഞാൻ പൊളിച്ചത് നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഓഫ് ഡയഗണല് സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞതാണ് പൊളിച്ചത്. സോ ദിസ് ഇസ് ഓൾസോ ബേസിസ്. അപ്പൊ ബേസിസിനെ ഇനി കോമൺ ആയിട്ട് നിൽക്കുന്ന കാര്യം എന്താണെന്ന് പറയാമോ? മൂന്ന് ബേസിസ് നമ്മൾ കണ്ടു സെയിം സെറ്റിന്റെ. R2ന്റെ 3 ബേസിസ് നമ്മൾ കണ്ടു. 1 0 0 1, പിന്നൊരു ബേസിസ് കണ്ടത് 1
1 1 മൈനസ് 1. പിന്നെ ഒരു ബേസിസ് കണ്ടത് 1 3 0 2. അപ്പോ ബേസിസില് കോമൺ ആയിട്ടൊരു ഫീച്ചർ ഉണ്ട്. എന്താണ്? ഏ കേട്ടില്ല. എലിമെന്റ് 1 ആയിരിക്കും. ഫസ്റ്റ് എലിമെന്റ് 1 ആയിരിക്കും എന്നാ? അതെ. ഏ അങ്ങനെയാ വെച്ചാൽ ഞാൻ അത് മാറ്റണു. If you can, you can try and see that this is also a basis. ഇതും basis ആണ്. ആരാ പറയണേ? കേട്ടില്ല. ഏ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. സ്പാനിങ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് വെച്ചാലാണ് ബേസിസ് എന്ന് വിളിക്കുള്ളൂ. ആ രണ്ട് പ്രോപ്പർട്ടിയും അവിടെ ഉണ്ടെങ്കിലേ അതിനെ ബേസിസ് എന്ന് പറയുള്ളൂ. ഞാൻ പറഞ്ഞത് R2ന്റെ 3-4 ബേസിസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബേസിസിനെല്ലാം ഒരേപോലെയുള്ളൊരു സാധനം ഉണ്ട്. എന്താണ്? ഇനി ഞാനൊരു കാര്യം കൂടെ, നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലം ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അതുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് സപ്പോസ് ഞാൻ എടുത്തപ്പോ പേജ് മാറിപ്പോയി. Suppose I take this set 1 0 1 1 1 minus 1. Can you check whether this is a basis? Linearly independence check ചെയ്യണം, spanning property check ചെയ്യണം. So we write this as 1 0 1 1 1 minus 1. Number of zeros increasing order ആക്കണം. അപ്പോൾ ഇവിടെ 0 ആക്കാനായിട്ട് R2 minus R1 ചെയ്തു. Right? So we get 1 0 0 1 1 minus 1. ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ R32 ഇവിടെയും കൂടെ 0 ആക്കണം അല്ലേ? സോ R32 R3 മൈനസ് R1. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0 മൈനസ് 1 കിട്ടും. ദെൻ ഇപ്പോഴും ഇവിടെ ഒരു 0 ആണ്. അപ്പോൾ ഇവിടെ 2 0 എങ്കിലും വേണം. സോ we make this as 0. So what we get is R32 R3 plus R2. അവിടെ 0 ആക്കാനായിട്ട്. So we get 1 0 0 1 0 0. ഇത് linearly independent ആണോ? അല്ല. So the set is linearly dependent. Linearly dependent ആണെങ്കിൽ it is not a basis. Okay. മാം സ്ക്വയർ മെട്രിക്സ് ആവണമെന്നാണോ? സ്ക്വയർ മെട്രിക്സ് ആണെന്നല്ല, ഇവിടെ നമ്മൾ ചെയ്തു വന്നപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് 0 0 കിട്ടി. അപ്പൊ ഞാനിവിടെ ടേംസ് എഴുതി പോയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ x1 x2 x3 എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഏതോ ഒരു കോമ്പിനേഷൻ 0യിലേക്ക് പോയിട്ടുണ്ട്. റൈറ്റ്? സം കോമ്പിനേഷൻ ഓഫ് x1 x2 x3 goes to 0. കോമ്പിനേഷൻ ഏതാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ ഇത് വീണ്ടും റൈറ്റ് സൈഡ് എഴുതി പോയാൽ മതി. ഇവിടെ വരെ x2 മൈനസ് x1 x3 മൈനസ് x1. റൈറ്റ്? ഇവിടെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലാസ്റ്റ് എലമെന്റ് വരുന്നത് R3 to R3 plus R2 എന്നാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ലാസ്റ്റ് എലമെന്റ് വരുന്നത് x2 പ്ലസ് x3 മൈനസ് 2x1. ഇതാണ് ലാസ്റ്റ് എലമെന്റ് വരാം അല്ലെ? ഇതാണ് R3 ആൻഡ് R2.
സോ നമുക്ക് കിട്ടുന്നത് ഇവിടെ x3 പ്ലസ് x2 മൈനസ് 2x1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലമെന്റ്സ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇവര് തമ്മിൽ ഒരു കോമ്പിനേഷൻ 0 ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ ഡിപ്പെൻഡൻസ് ഉണ്ട്. x1 ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് x3 ആൻഡ് x2. അപ്പൊ സ്ക്വയർ ആവണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മള് ആദ്യത്തെ എക്സാമ്പിൾ തന്നെ ചെയ്തത് R4 3 എലമെന്റ്സ് എടുത്തിട്ടാണ് ചെയ്തത്. അപ്പൊ അതിന്റെ നമ്പർ ഓഫ് കോളംസ് 4ഉം നമ്പർ ഓഫ് റോസ് 3ഉം ആയിരുന്നു അല്ലെ, ആദ്യത്തെ എക്സാമ്പിൾ തന്നെ ചെയ്തത്. അപ്പൊ ഇവിടെ സ്ക്വയർ ആവണമെന്നൊന്നുമില്ല. ഏതെങ്കിലും റോ റിഡക്ഷൻ കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് 0 ആയി പോയി കഴിഞ്ഞാൽ ആ വെക്ടേഴ്സ് ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിരിക്കും. സോ ഹിയർ യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദിസ് ഇസ് നോട്ട് എ ബേസിസ്. ഇനി ഒരു സെറ്റും കൂടെ തരാം, 1 0. ഇത് മാത്രമാണെന്ന് വെക്കുക. ഇതിന് ബേസിസ് ആവാൻ പറ്റുമെന്ന് നോക്കി. ലീനിയർ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ആകെ ഒരു എലമെന്റേ ഉള്ളൂ, അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ക്യാൻ ദിസ് സെറ്റ് സ്പാൻ R2? R2-ത്തെ എല്ലാ എലമെന്റ്സിനും എടുത്തു കഴിഞ്ഞാൽ xy എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ക്യാൻ യു റൈറ്റ് ദിസ് ആസ് എ കോമ്പിനേഷൻ ഓഫ് 1 0? പറ്റുമോ? എന്താ നമുക്ക് കിട്ടുന്നത്? ഇതിൽ നിന്ന് കോർഡിനേറ്റ്സ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ x ഈക്വൽ ടു ആൽഫ എന്ന് കിട്ടും അല്ലേ? y should be equal to 0. Isn't it? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ എലമെന്റ്സിനെയൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. x0 എന്ന് പറയുന്ന ഫോമില് സെക്കൻഡ് കോർഡിനേറ്റ് 0 വരുന്ന എലമെന്റ്സിനെ മാത്രമേ ഇത് വെച്ച് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ 1 0 എന്ന് പറയുന്നത് ഈ വെക്ടർ ആണ്. ഇതിന്റെ എത്ര കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ എടുത്താലും അത് x ആക്സിസിൽ തന്നെയാണ് എടുക്കുക. അതായത് y കോർഡിനേറ്റ് 0, അതായത് ഈ ഒരു ലൈനിനെ മാത്രമാണ് ഇതിന് സ്പാൻ ചെയ്യാൻ പറ്റുക. x ആക്സിസിനെ മാത്രമാണ് ഇതിന് സ്പാൻ ചെയ്യാൻ പറ്റുക. ഇവിടുത്തെ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല. സോ ദിസ് സെറ്റ് ഇസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ബട്ട് ഇറ്റ് ഡസ് നോട്ട് സ്പാൻ R2. R2-ത്തെ എല്ലാ എലമെന്റ്സിനെയും റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഈ എലമെന്റ് കൊണ്ട് പറ്റില്ല. ഓക്കെ, ഈ x ആക്സിസിലെ എലമെന്റ്സിനെ മാത്രമേ നമുക്ക് ഇത് വെച്ചിട്ട് സ്പാൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ സ്പാനിങ് പ്രോപ്പർട്ടി ഇല്ലാത്തത് കൊണ്ട് ഇത് ബേസിസ് അല്ല, നോട്ട് എ ബേസിസ്. അപ്പോൾ നമ്മൾ ബേസിസ് ആവണ കുറെ സെറ്റുകൾ കണ്ടു, റൈറ്റ്? ബേസിസ് അല്ലാത്ത 2 സെറ്റും കണ്ടു. ഇനി ഞാൻ പറയുന്ന കോമൺ പ്രോപ്പർട്ടി എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? 2 ആക്സിസ് ഒരേപോലെ സ്പാൻ ചെയ്യാൻ പറ്റണം. 2 ആക്സിസ് അല്ല, 2 ഹോൾ പ്ലെയിൻ സ്പാൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, 2 ആക്സിസും സ്പാൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പ്ലെയിനിനെ സ്പാൻ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഈ ഇത്രയും എക്സാമ്പിൾസ് കണ്ട എല്ലാ കാര്യത്തിനും കോമൺ ആയിട്ട് ബേസിസ് ആവണമെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു R2-ന്റെ. എല്ലാ ബേസിസ് സെറ്റിലും, നമ്മുടെ സമയം പോണതുകൊണ്ട് ഞാൻ തന്നെ പറയാം, എല്ലാ ബേസിസ് സെറ്റിലും നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയായിരുന്നു? 2 ആയിരുന്നു. ഓക്കെ, നമ്പർ ഓഫ് എലമെന്റ്സ് 3 എടുത്തപ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ല. നമ്പർ ഓഫ് എലമെന്റ്സ് ലെസ് ദാൻ 2, അതായത് 1 എടുത്തു കഴിഞ്ഞപ്പോൾ അതിനെ സ്പാൻ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇഫ് യു ടേക്ക് R2, any basis of R2, basis unique അല്ല, പക്ഷെ any basis of R2 will contain 2 elements. ഈ 2-നെയാണ് നമ്മൾ ആ വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ 2 dimensional പ്ലെയിൻ, 3 dimensional സ്പേസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബേസിസിനെയാണ് നമ്മൾ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്ടർ സ്പേസിനെ റെപ്രസെന്റ് ചെയ്യുന്ന, ഹോൾ വെക്ടർ സ്പേസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിനെയാണ് നമ്മൾ ബേസിസ് എന്ന് പറയുക. ആ ബേസിസിലെ നമ്പർ ഓഫ് എലമെന്റ്സ് ഒരു വെക്ടർ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അത് യുണീക്ക് ആയിരിക്കും. ഏത് ഡിഫറെന്റ് ബേസിസ് ഉണ്ടാവാം, പക്ഷെ ഓരോ ബേസിസിലും സെയിം നമ്പർ ഓഫ് എലമെന്റ്സേ ഉണ്ടാവുള്ളൂ.
ആ നമ്പർ ഓഫ് എലമെന്റ്സിനെയാണ് നമ്മൾ ആ വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ R3 നമ്മൾ ഓൾറെഡി ഒരു ബേസിസ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് 1 0 0 0 1 0 0 0 1. ഇത് ബേസിസ് ആവുമെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോറി 0 0 1. It is a basis. So what is dimension of R3? Dimension of R3 is 3. Right? ഇനി ഞാൻ ഒരു സെറ്റ് തരാണ് നിങ്ങൾക്ക്. Suppose I give the set 1 0 0 minus 2 0 1. ഇത് R3യുടെ ബേസിസ് ആവോ? അല്ല. കാരണം എന്താ? നമ്പർ ഓഫ് എലമെന്റ്സ് 3 ആയാലേ R3യുടെ ബേസിസ് ആവാനായിട്ട് പറ്റുള്ളൂ. ഇനി വേറെ ഒരു സെറ്റ് തന്നു, 4 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് തന്നു, എന്നിട്ട് നിങ്ങളോട് ബേസിസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പറയേണ്ടത് എന്താണ്? ഇറ്റ് ഇസ് നോട്ട് എ ബേസിസ് ബിക്കോസ് ദിസ് സെറ്റ് കനോട്ട് ബി ലീനിയർലി ഇൻഡിപെൻഡന്റ്. അപ്പോൾ R3 എടുത്തു കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ലീനിയർ ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് വിൽ ബി 3. R4 4ൽ കൂടുതൽ ഏത് വെക്ടേഴ്സ് നമ്പർ ഓഫ് വെക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ആ സെറ്റ് എന്തായാലും ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും. അപ്പോൾ ബേസിസ് എന്ന് പറയുന്നത് ലീനിയർ ഇൻഡിപെൻഡൻസും സ്പാനിങ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റാണ്. ബേസിസിലെ ഒരു വെക്ടർ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ബേസിസിലെ നമ്പർ ഓഫ് എലമെന്റ്സ് യുണീക്ക് ആയിരിക്കും. ആ നമ്പർ ഓഫ് എലമെന്റ്സിനെയാണ് നമ്മൾ ആ വെക്ടർ സ്പേസിന്റെ ബേസിസിന്റെ അല്ല വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. സോ വി സീ ദാറ്റ് dimension of R2 is 2, dimension of R3 is 3. In general, dimension of Rn is n because Rn has a basis containing n number of elements. അപ്പോൾ ഇതാണ് ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ അറിയാവുന്ന സ്പേസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് തന്നിട്ട് ബേസിസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ആ സെറ്റില് ഡയമെൻഷന്റെ അത്രയും എലമെന്റ്സ് ഉണ്ടോ എന്ന് നോക്കാം. ഇനി R3 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് തന്നു എന്ന് വെക്കാം. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇത് ഇങ്ങനെ ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ 2 - 1 1 3 0 2. സോ ഇതിൽ 3 എലമെന്റ്സ് ഉള്ളൂ, ഡയമെൻഷൻ 3 തന്നെയാണ്. അപ്പൊ there is a chance that this can be a basis. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം വെക്ടേഴ്സ് മാട്രിക്സ് ആക്കി എഴുതി കഴിഞ്ഞിട്ട് ലീനിയർ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് നമ്പർ ഓഫ് എലമെന്റ്സ് ഡയമെൻഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാനിങ് പ്രോപ്പർട്ടി പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ട. A set which is linearly independent and that has as many elements as the dimension will automatically span the space. പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ R3 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ അത് ബേസിസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രോപ്പർട്ടി ബേസിസിന് എന്തായാലും വേണം, ലീനിയർ ഇൻഡിപെൻഡൻസും സ്പാനിങ്ങും. അപ്പൊ ലീനിയർ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പാനിങ് പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവും. അത് പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതേസമയം ലീനിയർ ഇൻഡിപെൻഡന്റ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദിസ് കനോട്ട് ബി എ ബേസിസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡയമെൻഷന്റെ അത്രയും നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ conclude any set containing n number of elements will span any linearly independent set containing n number of elements will span Rn. Hence it is a basis. ഇപ്പൊ രണ്ടും ചെക്ക് ചെയ്യാനായിട്ട് നിൽക്കണ്ട. പ്രത്യേകിച്ച് പറയാണ് സ്പാൻ ചെയ്യേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രം സ്പാനിങ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്താൽ മതി. ലീനിയർ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാനാണ് കുറേയും കൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. I'm sorry that I've taken 10 more minutes. അല്ലെങ്കിൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം.